മുംബൈ പോലീസിന്റെ വേഷമിട്ട് ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ കവർന്ന തട്ടിപ്പുകാരെ ബാങ്ക് ജീവനക്കാരും പോലീസും പൊളിച്ച കഥയാണിനി. തട്ടിപ്പുകാർക്ക് പണം നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബാങ്ക് മാനേജർ ശ്രമിച്ചെങ്കിലും ഡോക്ടർ വഴങ്ങിയില്ല. ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിൽ ഒറിജിനൽ പോലീസ് തന്നെ രംഗത്തു വന്നതോടെ തട്ടിപ്പുകാർ മുങ്ങി. കവർന്ന പണത്തിൽ നിന്ന് 4,30,000 രൂപ സമയോചിത ഇടപെടലിൽ വീണ്ടെടുക്കാനുമായി. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് പെരുന്ന സ്വദേശിയായ ഡോക്ടർക്ക് മുംബൈ പോലീസിന്റെ പേരിൽ വാട്സപ്പ് കോൾ വരുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി വന്ന പാഴ്സലിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ബാങ്ക് അക്കൗണ്ട് അന്താരാഷ്ട്ര മണി ലോണ്ടറിംഗിൽ പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. വിശ്വസിപ്പിക്കാൻ സുപ്രീം കോടതിയും RBIയും കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വ്യാജ കത്തും അയച്ചു നൽകി. എന്നാൽ പരിഭ്രാന്തിയിലായ ഡോക്ടർ ബാങ്കിൽ നിന്നും 5 ലക്ഷത്തോളം രൂപ അയച്ചു നൽകുകയായിരുന്നു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി പോലീസ് ഇടപെട്ടതോടെ തട്ടിപ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സംഘം മുങ്ങി. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോൾ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോൾ വന്നു. ആധാർ നമ്പർ അയച്ചു കൊടുത്തു. ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും RBIയുടെ ലെറ്ററിലും ഉള്ളൂ. അപ്പോൾ അതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസിന് അലേർട്ട് ചെയ്യാമായിരുന്നു. വിർച്വൽ അറസ്റ്റിനെ തുടർന്ന് പരിഭ്രാന്തിയിലായ ഡോക്ടർ പണമയക്കാൻ വേണ്ടി എത്തിയത് ചങ്ങനാശ്ശേരി ടൗണിലുള്ള SBIയുടെ ശാഖയിലേക്കാണ്. ഇവിടെ എത്തി പാട്നയിലുള്ള ഒരു സുഹൃത്തിന് പണമയക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. പണമയച്ചതിന് ശേഷം ബാങ്കിൻ്റെ ഇന്റേണൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ നിന്നും അലേർട്ട് കൂടി വന്നപ്പോൾ ആ സംശയം ഇരട്ടിയായി. അങ്ങനെയാണ് വിവരം പോലീസിൻ്റെ പക്കലേക്ക് എത്തുന്നത്. കാര്യം ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ നമ്മൾ നോർമലി ചോദിക്കാറുണ്ട്, എങ്ങോട്ടാണ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ചോദിച്ച സമയത്ത് പുള്ളി ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലിൽ നിന്നും ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് നമ്മളുടെ സംശയം അപ്പോൾ ഏറെക്കുറെ ശരിയായിരിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നിയത്. പോലീസിൽ വിവരമറിയിക്കാൻ ഡോക്ടർ ആദ്യം തയ്യാറായില്ല. ഏറെ നിർബന്ധിച്ച ശേഷമാണ് പരാതി നൽകിയത്. പിന്നാലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ 4,30,000 രൂപ തിരിച്ചു പിടിക്കാനും സാധിച്ചു. പാട്നയിലുള്ള സാഗർ കുമാർ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപ കൂടി ഈ ഡോക്ടർക്ക് നഷ്ടമായാനെ. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് എന്തായാലും കടന്നിട്ടുണ്ട്. ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.